എല്ലാ അപ്പോസ്തലന്മാർക്കും അനുദപിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലേ? പത്രോസ് അനുദപിച്ചു, തോമാസ് ലീഗ അനുദപിച്ചു, പൗലോസ് അനുദപിച്ചു. പക്ഷെ അമ്മ അനുദപിച്ചിട്ടില്ല. അമ്മയ്ക്ക് അനുദപിക്കേണ്ട ഒരു ആവശ്യം അമ്മ ഉണ്ടാക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മാത്യു 26:75. ശ്രുതികട ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാമത്തെ വാക്യം എന്താണ്? കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു. വകുപ്പുണ്ടാക്കി കണ്ട കരയാൻ. അതായത് ഏറ്റവും ടോപ്പായിട്ട് പാറ പോലെ ഉറച്ചു നിന്ന പത്രോസിന് പോലും അവസാനം സ്വന്തം പാപത്തെ ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരവസരമാണ്. നിൻ്റെ കരുത്തെന്ന് പറയണത് പാപത്തെ ഓർത്ത് കരയാത്ത അവസ്ഥകളുടെ എണ്ണം കൂടുതലാണ്. ഒരു ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്. ഒരു വ്യക്തിക്ക് നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ ആത്മീയമായിട്ട് കരുത്ത് പ്രാപിക്കുകയല്ലേ. അപ്പോൾ ആത്മീയമായ കരുത്തെന്ന് പറയുന്നത് എന്താണ്? അനുതാപം ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കുതിക്കുന്നതാണ് ആത്മീയ കരുത്ത്. ഇപ്പോൾ സെൻറ്റ് തോമസിൻ്റെ അവസ്ഥ എന്താ? സെൻറ്റ് തോമസും ഇതുപോലെ അവസാനം പട്ടാക്കി പറഞ്ഞാണ് പിരിയണത്. എന്താ? അതായത് 20-28 യോഹന്നാന്റെ സുവിശേഷം. ശ്രുതികട്ടെ. യോഹന്നാൻ 20:28. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അപ്പോൾ 20-27 വായിച്ചേ. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പൊ കക്ഷിക്ക് എന്നാ പറ്റിയത്? ഏതോ ഒരു സമയം അവിശ്വാസിയായിപ്പോയി, ഏതോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവിശ്വാസിയായിപ്പോയി. അതുകൊണ്ടാണ് അനുതാപത്തോടെ എൻ്റെ കർത്താവേ, സത്യം പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കണത്. പക്ഷെ അനുതാപത്തിൻ്റെ ഒരു അവസരമാണത്. ഈ അനുതാപത്തിൻ്റെ ഒരു അവസരം ഉണ്ടാകുന്നത് ആത്മീയമായിട്ട് ഒരു കരുത്ത് കുറവാണ്. അമ്മയുടെ കരുത്ത് അതാണ്. ഇപ്പം നമ്മൾ പൗലോസ് അപ്പോസ്തലനെ എടുത്താൽ അത് തന്നെ 7:24 സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദുർഭകനായ മനുഷ്യനാണെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ദുർഭകത ഏറ്റുപറയുന്ന ഭഗവാൻ. 7:24 റോമ. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 7:24. 7:24. ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അപ്പൊ ഈ ശാരീരികമായ അവശതകളും പരവശ്യങ്ങളും എല്ലാം അതിൽ നിന്നുണ്ടാകുന്ന വീഴ്ചയും ഉയർച്ചയും എല്ലാം കൊണ്ട് ആള് പട്ടാങ്ങി പറയണ ഒരു സമയമാണ്. ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, ഇങ്ങനെ ഒരു ഡയലോഗ് അമ്മയുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കത്തില്ല. അതാണ് കരുത്തെന്ന് പറയുന്നത്, ആത്മീയ കരുത്തെന്ന് പറയുന്നത്. മരിയൻ ഉടമ്പടി എടുക്കുന്നവർ ഓരോ സമയം ചെല്ലുന്നവരും ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളെ അപ്പോൾ നിങ്ങൾക്ക് ആത്മീയമായ കരുത്തെന്ന് പറയുന്നത് എന്താണ്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്തുണ്ടായിക്കൊണ്ടിരിക്കും. പിടികിട്ടിയാ? ആത്മീയ കരുത്ത് പ്രാപിക്കണമെന്ന് നമ്മൾ എല്ലാവരോടും പറയും. എന്താണ് ആത്മീയ കരുത്ത്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കും. കാര്യം അമ്മയ്ക്ക് അനുതാപത്തിൻ്റെ ഒത്തിരി അവസരങ്ങളുണ്ടായി. പക്ഷെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇട്ടിവെട്ട് രീതിയാണ്. ഞാൻ എന്താണ് ഇവിടെ വിട്ടുപോകാത്ത നിൽക്കണമെന്ന് ചോദിച്ചാൽ ഈ ഒരു സംഭവമാണ്.
ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. വലിയ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ അമ്മയുടെ ആധ്യാത്മികത ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഇപ്പൊ ലൂക്കാസ് സുവിശേഷം 2:5 എടുത്തേ. ലൂക്കാസ് സുവിശേഷം 2:5. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 2:5 പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. എന്താ പ്രശ്നം വെച്ചാൽ ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്താൽ മതി. കാര്യം ഇപ്പോൾ ക്രിസ്മസ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്ത് എത്ര പ്രശ്നം വേണമെങ്കിലും, അതായത് ഇവിടെ മുഴുവനും നീതി അമ്മയുടെ ഭാഗത്ത് മാത്രമാണ്. ബേസിക്കായിട്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അവർ സ്ത്രീയാണ്. രണ്ടാമത്തെ എന്താണ്? ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സമയമാണ് ഗർഭകാലം. ഗർഭകാലം വെച്ചാൽ പ്രസവകാലം. ഗർഭകാലം അതായത് ഒരു 3 ദിവസം കൂടിയേ പ്രസവിക്കാനുള്ളൂ. ആ സമയത്താണ് ഈ കന്യാകുമാരി വരണത്, ഷിഫ്റ്റിംഗ് വരണത്. കാര്യം നമ്മളുടെ എന്തിനാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ഇത് പറയണത്? ഈ ഗ്രേസ് നമുക്ക് ടാപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു സംഭവം ഷിഫ്റ്റിംഗ് ആണ്. നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നോൺ കംഫർട്ട് സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണത് ഒരു ദൈവപ്രവർത്തനമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് നമുക്ക് സുരക്ഷിതമായ ഒരു ഇടത്തിൽ നിന്ന് അരക്ഷിതമായ ഇടത്തിലേക്ക് മൂവ് ചെയ്യണത് വെൻ യു റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ജീസസ് വിൽ ബി എൻഗ്രേസ്ഡ്. നിങ്ങളത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്. ഇത് കണ്ടില്ലേ? ഗർഭിണിയായ ഭാര്യയുമായിട്ട് പോവുകയാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണ്. നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ ഒത്തിരി നീതികൾ ദൈവത്തിന് ചെയ്യാമാണ്. ഒന്നെങ്കിൽ കന്യാകുമാരി മാറ്റി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ വെക്കാമായിരുന്നു. ഇനി ഇവിടെ പ്രസവം വരെ രാത്രി മനുഷ്യന്മാരില്ലാത്ത സമയത്താണ് വെക്കണത്. സമയത്തിൻ്റെ കാര്യത്തിലും ദാക്ഷിണ്യം കാണിക്കണില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയന്മാർ രാത്രിയല്ലേ വരണത്. അപ്പോൾ രാത്രി ഇടയന്മാർ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊരു കണ്ണും പകലും ഉള്ളപ്പോൾ വല്ല 4 മണിക്കോ വല്ലതൊക്കെയാണ് ഇവിടെ പ്രസവം വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് വന്ന് ശുശ്രൂഷിക്കാം. ആർക്കും ശുശ്രൂഷിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരെല്ലാം ഉറങ്ങി സ്വന്തം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരിൽ നിന്നൊക്കെ മാറ്റി ഇവരോട് മാക്സിമം ക്രൂരതയാണ് ചെയ്യണത്. ഈ ക്രൂരത ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോലും ഔസേപ്പിതാവിനോടോ ദൈവത്തോടോ ഇവർ മിണ്ടത്തില്ല. കാര്യം എന്താണെന്ന് അറിയാം? അങ്ങനെ മിണ്ടിയിരുന്നെങ്കിൽ ഇവർക്ക് അനുദപിക്കേണ്ടി വന്നേനും. ദാറ്റ്സ് മൈ പോയിന്റ്. അതാണ് മരിയൻ കരുത്തെന്ന് പറയണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് നീ പറഞ്ഞ് പഠിപ്പിച്ചപ്പോഴേ പല സമയത്തും നിന്റെ തിരുമനസ്സ് നിറവേറണമെങ്കിൽ ഞാൻ അരക്ഷിത അവസ്ഥ അങ്ങയുടെ നാമത്തിലെ മറിയത്തെ പോലെ നടക്കാത്ത കാര്യത്തിന് ചേരാത്ത കാര്യത്തിന് അങ്ങയുടെ തിരുസന്നിധിയിലെ മറിയത്തെ പോലെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ദൈവത്തെ സംഗ്രഹിച്ചുകൊണ്ട് പുരുഷനെ കൃപയാക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ജീവിക്കുമ്പോഴേ ഉടമ്പടി വെച്ച വിഷയങ്ങളിലെ സമയത്തും കാലത്തും അത്യാവശ്യ കാര്യങ്ങള് നടക്കാതെ വരുന്ന അവസ്ഥകളെ മറിയത്തെ പോലെ അനുഗ്രഹത്താലല്ല ദൈവത്തിന്റെ ശക്തിയാൽ അറിയപ്പെടാൻ ബലഹീനമാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള മരിയൻ അവധാനയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ആവേ ആവേ മരിയ, ആവേ
2:19 ലുക്ക 2:52 ഈശോ അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണത്. സാഹചര്യവും അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണ് ലുക്ക 2:19 മാനുഷിക അവസ്ഥകൾ അമ്മയ്ക്കെതിരെ നിൽക്കുന്നു. അതാണ് 2:19. എന്താണ്? ഇടയന്മാർ വരുമ്പോൾ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് അഡ്രസ്സും ഇല്ല ആരുപോലും ഇല്ലാതെ ഇങ്ങനെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു ആട്ടും കുഞ്ഞായിട്ട് പ്രസവിച്ച് കിടക്കുന്ന യേശുവിനെ കാണുകയാണ് ഇടയന്മാർ. അപ്പോൾ നാട്ടുകാരിലെ ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ മറിയത്തെക്കുറിച്ച് പറയണം, അപ്പാ എന്നോടെന്താ അപ്പ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള എല്ലാ വകുപ്പും 1000 നാവ് വെച്ച് ചോദിക്കാം. പക്ഷെ ആ സമയത്ത് മാതാവ് എന്താ ചെയ്യണത്? ദൈവഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ആദ്യമേ പറയത്തില്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ചില സമയത്തെങ്കിലും പറയാനുള്ള കഴിവാണ് നമ്മുടെ ആധ്യാത്മിക കരുത്തെന്ന് പറയണത്. അധികം മരിയൻ കരുത്തിൻ്റെ ഭാഗമാണ്. മിണ്ടിയിലല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറഞ്ഞത്. അതിനർത്ഥം കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മേരി അതെല്ലാം ഹൃദയത്തിൽ സംഭവിച്ചെന്ന് 2:19 പറയുമ്പോഴേ മേരി ശബ്ദിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പനെതിരെ നാക്കുപയോഗിച്ചില്ല എന്നതിൻ്റെ അർത്ഥം. പരാതിയില്ല, പരിഭവമില്ല, തർക്കിച്ചില്ല. അത് ഈശോ ചെയ്ത പോലെയാണ്. 53:7 അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്തില്ല. കാര്യം എന്താണ്? അവൻ ദാസനായിരുന്നു. എൻ്റെ ദൈവത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ഓർക്കുക, എന്നില്ലെങ്കിൽ നാളെ നിനക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകണമെങ്കിൽ ദാസനോ ദാസിയാകാതെ നിനക്ക് ഇവിടുന്ന് പിഴച്ചു പോകാൻ പറ്റത്തില്ല. ഇത് അംഗീകരിക്കുന്നതാണ് ആത്മീയ കരുത്ത്. കൈയിടിച്ച് കർത്താനത്തോടെ കാര്യമാണ്. ഒരു കാര്യത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്, ഒരു വിഷയത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ അത് അതുപോലെ നടക്കാം, ദാറ്റ് ഈസ് ബ്ലെസ്സിങ്സ്. ഒന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല, ദാറ്റ് ഈസ് ഗ്രേസ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് തമ്മിൽ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇനി ഇങ്ങനെ ABCD പഠിച്ച് എന്നൊരു തറാപ്പന ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞോ? വി മസ്റ്റ്, അതായത് ഇത് ചേർച്ച് വാണ്ട് എ മെച്വർ വിറ്റ്നസ്. ഒരു വിശ്വാസിയായിട്ട് കാര്യമില്ല. വി ആർ സീക്കിംഗ് ആഫ്റ്റർ വിറ്റ്നസ്. ഒരു സാക്ഷിയാകണം. സാക്ഷിയാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ്. നടക്കാത്ത കാര്യങ്ങൾ ഇഫ് യു ടേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് കർത്താവിൻ്റെ തിരുമനസ്സിന് അമ്മയെപ്പോലെ ദാസ്യതയോടെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃപയാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയും. അത് നിത്യതയ്ക്കാണ് അതിൻ്റെ പ്രയോജനം വരണത്. അനുദിന ജീവിതത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ബ്ലെസ്സിങ്സ് ആണ്. നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്രേസ് ആണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല, നടക്കാത്ത കാര്യങ്ങളോടുള്ള സുവിശേഷവിധമായ നിങ്ങളുടെ നിലപാടാണ്. കൈയിടിച്ച് കർത്താവ് എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷമായിരിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. ഉദരരോഗികളുണ്ട്, അവർ ഉദരത്തിൽ ആണ് കൈവെക്കേണ്ടത്. മൂത്രാശയത്തിൽ കല്ലുണ്ടുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, കിഡ്നി രോഗികളുണ്ട്, അവർ നടുവിലാണ് കൈവെക്കേണ്ടത്. ശ്വാസകോശ രോഗികളും കരൾ രോഗികളും നെഞ്ചിൻ്റെ മധ്യത്തിൽ കൈവെക്കണം. കരൾ രോഗികൾ നെഞ്ചിൻ്റെയും വയറിൻ്റെ ഇടയ്ക്ക് കൈവെക്കണം. പങ്ക്രിയാസ് രോഗികളെ ഇടതുവശത്ത് കൈവെക്കണം, വയറിൻ്റെ. പ്രഷർ രോഗികളും ഷുഗർ രോഗികളും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവരെ, കുറേ രോഗങ്ങളുടെ കൈ പിണച്ച് സർവാംഗം ബോഡി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്വസ്തിക പോലെ നെഞ്ച് പൂട്ടി കൈവച്ചിട്ട് ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവിനെ ഏൽപ്പിച്ച് നിൽക്കണം. അസ്ഥിരോഗികളുണ്ടാകാം, വാതരോഗികളുണ്ടാകാം, വേരിക്കോസിൻ്റെ അസുഖമുള്ളവർ, PCOD രോഗികളും
ഓരോ സാവരോഗികളൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കിടപ്പ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം, വീട്ടിലുള്ള രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കും, എൻ്റെ മക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ നിൽക്കണം. വിശ്വാസ പ്രമാണം ചൊല്ലി തീരുമ്പോൾ വീണ്ടും തുടങ്ങണം വിശ്വാസ പ്രമാണം. അച്ഛൻ പ്രാർത്ഥിച്ച് തീരണവരേ പ്രാർത്ഥിക്കണം. വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലാത്തവർ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഈശോയെല്ലാം സാധ്യമായതിന് ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവേ. കർത്താവെ കടന്നു വരണമേ കർത്താവേ. കർത്താവെ ശക്തി ഒഴുക്കണമേ കർത്താവേ. കർത്താവെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി ഒലിച്ചു പോകുന്നവരെ, അസ്ഥി സ്രാവമുള്ളവരെ, വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരെ കർത്താവെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ചെവികളുടെ പഴുപ്പ് വരുന്നവരെ, അഡിനോയിഡിന് അസുഖമുള്ളവരെ, ശരീരഭാഗങ്ങളിൽ കോശങ്ങളിൽ ക്യാൻസറുകളുള്ളവരെ കർത്താവ് അവരെ സ്പർശിക്കണമേ കർത്താവെ. പല്ല് കൊഴിഞ്ഞു പോകുന്നവരെ, കാഴ്ചത്തിൻ്റെ അസുഖമുള്ളവരെ അവരെ സ്പർശിക്കണമേ കർത്താവെ. തൊണ്ടയിൽ രോഗമുള്ളൊരു കർത്താവ്, ടോൺസിൽ രോഗികൾ, തൈറോയിഡ് രോഗികൾ അവരെല്ലാവരും സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് ഹൃദയ രോഗികൾ, കിഡ്നി രോഗികൾ കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മക്കളില്ലാത്തൊരു സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit. കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഒഴുകട്ടെ. സർവകോശങ്ങളും പേശികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സർവകോശങ്ങളും പേശികളും അസ്ഥികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit. Touch with the fire finger, soak with the precious blood. I command you in the name of Jesus Christ be healed. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജോലി പോയിക്കൊണ്ടിരിക്കുന്നവരെ, ജോലി ടെർമിനേറ്റായി പോയവർ, തിരിച്ചെടുക്കാത്തവർ, നഷ്ടപ്പെട്ടു പോയവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സാമ്പത്തികമായ ബാധ്യതകളും ജപ്തിയിലും ചെന്ന് വീണ് വിഷമിക്കുന്നവർ, കുടുംബത്തിൽ കലഹമുള്ളവർ, കുടുംബത്തിൽ ഭിന്നതയുള്ളവർ, കേസിന് പോയിരിക്കുന്നവർ, വിവാഹമോചനത്തിനായി പോയിരിക്കുന്നവർ, മക്കൾ ദുർനടപ്പിൽ പോയിരുന്നവർ, തെറ്റായ പ്രണയത്തെ അകപ്പെട്ടിരിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വ്യവസായങ്ങളും വ്യാപാരങ്ങളും ജീവിതമാർഗങ്ങളെല്ലാം വഴിമുട്ടിപ്പോയവർ, മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് അകപ്പെട്ടിരിക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, സ്വദേശത്തും വിദേശത്തും ജയിലിലായിരിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ വിഷയവും അമ്മയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ഏൽപ്പിക്കുക. എല്ലാത്തിനും വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവ് എല്ലാ മക്കളെയും ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതാവസ്ഥകൾ, വിദേശയാത്രകൾ, പരീക്ഷകൾ, അവരുടെ പഠനങ്ങൾ, അവരുടെ റീവാലുവേഷൻ, അവരുടെ സ്കോറ്, കർത്താവെ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരെ, വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദൈവമേ, ഇപ്പോഴും വിഷമം അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഈ ആഴ്ചകളിൽ വീണ്ടും കർത്താവിൻ്റെ ആരാധന കൂടുന്നവരെ അവരുടെ മേൽ കൃപയുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം ഇനിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തൊഴേണേ സുഖമായിട എൻ്റെ ഉള്ളം. മകളെ മുട്ടേ നിൽക്കാൻ പാടില്ലാത്തവരും പറ്റുമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ നിന്നാൽ മതി. അവർ പറ്റുമെങ്കിൽ നിൽക്കാൻ പറഞ്ഞത് ചിലപ്പോഴും ആ സമയത്ത് ഈശോ നിന്നെ തൊടുകയാണെങ്കിൽ നിനക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. നീ അത് നീ അത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. നിൻ്റെ അവസ്ഥകളാണ് വീടില്ലാതെയും സ്ഥലമില്ലാത്ത ആൾക്കാരുടെ വാടക താമസിക്കുന്നവരുണ്ട്. അന്യരാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും പഠിച്ചിട്ട് അവിടെ സിലബസ് മനസ്സിലാകാത്തതുകൊണ്ട് തോക്കുന്നവരുണ്ട്. അതുകൊണ്ട് പഠനം അവസാനിപ്പിച്ച് പോരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പൈസ ഒത്തിരി കൊടുത്ത കാരണം കുടുംബം കടത്തിൽ മുങ്ങി ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. പലരും വിദേശത്തൊക്കെ പോകുന്നതിന് വേണ്ടി വിസ പ്രോസസ്സ് ചെയ്തിരിക്കുന്നവരുണ്ട്. ചില പൈസ കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ വേണ്ടത്ര പേപ്പറൊന്നും കിട്ടാത്തവരുണ്ട്. ചിലർക്ക് ഓഫർ ലെറ്റർ മാത്രമേ കിട്ടുന്നുള്ളൂ. ചിലർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, പക്ഷേ വിസ കിട്ടണില്ല. അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഓഫീസുകളിലും അതുപോലെ തന്നെ തടഞ്ഞു വച്ചിരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, ഓഫീസ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ, അതെല്ലാം ഓർക്കുക. പരിശുദ്ധാത്മ അതെല്ലാം ഏറ്റെടുത്ത് നിന്നെ സന്ധിക്കുന്ന സമയമാണ്. ഉടമ്പടി പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് അർപ്പിച്ച് സന്തോഷത്തോടെ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം മെറിറ്റിലല്ല പല കാര്യങ്ങളും നടക്കുന്നത്. ഗ്രേസിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഗ്രേസ് കൃപ ലഭിക്കാൻ ആവശ്യമായ ഉടമ്പടി നടപടികൾ സാങ്കേതികമായി ചെയ്ത് ഒപ്പിക്കാതെ ആത്മബന്ധത്തോടെ ചെയ്യാനാണ് ഈ പ്രാവശ്യം പറഞ്ഞത്. ചിലർക്ക് ഉടമ്പടി ചെയ്യണത് ഇമ്പോസിഷൻ ചെയ്യണ പോലെയാണ്. ഇമ്പോസിഷൻ ചെയ്യണ 100 പ്രാവശ്യം എഴുതും, 300 പ്രാവശ്യം എഴുതാനൊക്കെ പറയത്തില്ലേ. ഇങ്ങനെ എഴുതാൻ പറയുന്നതിൻ്റെ കാരണം എന്താണ്? എഴുതി പഠിക്കാനാണ്. ചില ആൾക്കാർ 100 പ്രാവശ്യം എഴുതും, പക്ഷെ പഠിക്കത്തില്ല. അതാണ് സാങ്കേതികമായിട്ട് ചെയ്യണമെന്ന് പറയണത്. അവരിങ്ങനെ കുത്തിപ്പിടിച്ചിട്ടുണ്ട് എഴുതിക്കൊണ്ടിരിക്കും, പക്ഷെ അത് പഠിക്കത്തില്ല. പക്ഷെ അപ്പോൾ എഴുതാൻ വേണ്ടിയല്ലല്ല, പഠിക്കാൻ വേണ്ടിയല്ല എഴുതാൻ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഉടമ്പടി എല്ലാം സാങ്കേതികമായിട്ട് ചെയ്യും ചില ആൾക്കാർ, പക്ഷെ ദൈവമായിട്ട് ബന്ധം ഉണ്ടാകത്തില്ല, ആത്മബന്ധം ഉണ്ടാകത്തില്ല. അപ്പം അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് വരെ ഉടമ്പടി ഷെയർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. കാര്യം ഈ ധ്യാനമാണ് ആൾക്കാർക്ക് ഇവിടെ കിട്ടേണ്ടത്. ജനം മുഴുവൻ കേൾക്കേണ്ടതും കൂടേണ്ടതും ഈ ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടിയെക്കുറിച്ച് വേറെ ഒരിടത്തും ലോകത്ത് ധ്യാനമില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഉടമ്പടി ധ്യാനം കോരിട്ട് അത് ഷെയർ ചെയ്യണം. അത് ദൈവത്തിനെ അറിയിക്കാൻ വേണ്ടിയുള്ള നടപടിയാണത്. അത് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 65 വയസ്സുള്ള ആൾക്കാരെ കൊണ്ട് ഇടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. കാര്യം അവരതൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ്. കാര്യം ഉടമ്പടി നിങ്ങൾ നൊവേനല്ലല്ലോ, എല്ലാം ചെയ്യത്തല്ലേ.
അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ ചിലർ ചെയ്യുവേ, ചിലർ അവർ പറയും എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് 65 പക്ഷേ ഞാനിതെല്ലാം ചെയ്യണതാണെന്ന് പറയും. അപ്പം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യിക്കും. ചിലർക്ക് അറിയത്തില്ല, ആകാശഭൂമി അറിയാൻ പറ്റാതെ അങ്ങോട്ട് കിടന്ന് നടക്കാൻ കാണാം ഇവിടെ വന്ന്. അങ്ങനെയല്ല, ഇത് വളരെ സീരിയസ് ആണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ദൈവത്തോട് സീരിയസ് ആയിട്ട് നിന്നിട്ടല്ലേ കർത്താവ് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് ഏറ്റുപറഞ്ഞപ്പോൾ നമുക്ക് ഉടമ്പടി പ്രാർത്ഥന തരികയും ചെയ്ത്. അപ്പം ആ ഒരു നിപ്പുണ്ട് ദൈവത്തിൻ്റെ തിരുസ്ഥിതി ഒക്കുക. ഇപ്പം എങ്ങനെയെങ്കിലും എനിക്ക് അച്ഛനായിട്ട് ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. കുറച്ച് ആൾക്കാരെ അടക്കി കുറച്ച് പേരെ കെട്ടിച്ച് വിട്ട് അച്ഛനായിട്ട് ജീവിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇടവകയിൽ പോയിരുന്ന് കുറേ ആൾക്കാരെ കല്യാണം കഴിപ്പിച്ച് കുറേ പേരെ ജ്ഞാനസ്നാനം പെടുത്തി കുറേ കുടുംബ വീട്ടിലും പോയി കഴിയുമ്പോൾ സംഭവം തീർന്ന് എടുക്കാൻ പറ്റും. പക്ഷെ അതല്ല പ്രശ്നം. നമ്മുടെ കയ്യിൽ വരുന്ന ഓരോ മനുഷ്യനെ ഈശോനെ അറിയണം. നിത്യതയിൽ അവൻ ഈശോയുടെ ജോലിയായി, ലോകത്ത് അവൻ ഈശോയുടെ പടയാളിയാകണം. അതിൻ്റെ ഒരു നിർബന്ധമുണ്ട്. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് നിർബന്ധം കാണിക്കണം. ദൈവികമായ ജോലി ഞാൻ എൻ്റെ കർത്താവിനോട് എന്നെ ഒന്ന് അഭിഷേകം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തലേ കവിച്ച് അമ്മ നിൽക്കണ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവ് നിങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ, കർത്താവ് എല്ലാവരും സ്ഥിരസ്ഥിരം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ തലേ കവിച്ച് അഭിഷേകത്തിൻ്റെ സമയമാണ്. കർത്താവ് ഇവരെല്ലാം നീ അഭിഷേകം ചെയ്യണമേ കർത്താവ്. കർത്താവ് ഇവരെല്ലാം അഭിഷേകം ചെയ്യണമേ കർത്താവ്. എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യണമേ കർത്താവ്. അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, മറ്റുള്ളവരെ അങ്ങയെ ജീവിപ്പിക്കുവാൻ, സുവിശേഷത്തിന് വലിയ സാക്ഷി സമൂഹം ഉണ്ടാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരായ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ഞങ്ങളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. സദയം തുടരെ സുഖവായിടും എൻ്റെ ഉള്ളം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സന്തോഷമെടുത്ത് തന്നെ നിൽക്കുക മക്കളെ. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവരെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ അനുഗ്രഹിക്കും ദൈവം. എത്ര എഴുതിയിട്ടും പരീക്ഷ തോറ്റുപോകുന്നവർ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവർ, സാമ്പത്തിക ബാധ്യതകളെ നാണം കെട്ടിരിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോയി, സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും തലയോർത്ത് നിൽക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയുള്ളവർ. അങ്ങനെയുള്ളവരെല്ലാം അമ്മയെ കണ്ണീരോടെ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. അവരെല്ലാം സന്തോഷത്തോടെ വന്നിവിടെ സാക്ഷ്യം പറയാൻ. അമ്മ ഈ നിമിഷം ഓൺലൈനിൽ ഇരിക്കുന്നവരെയും തീർത്ഥാടനത്തിൽ അമ്മയുടെ മുമ്പിൽ നേരിട്ടിരിക്കുന്നവരെയും നീ ശക്തമായി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ സങ്കടങ്ങൾ നോക്കി കാണുന്ന അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനിയും കുറേ പേരുണ്ട്. ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ ഈ വിഷയത്തിനൊരു സമാധാനമുള്ളൂ. ഞാനൊരു വഴിയും കാണുന്നില്ല മരിക്കുകയല്ലാതെ. അങ്ങനെ പറയുന്ന എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്, ഞാനൊരു വഴിയും കാണുന്നില്ല മരിക്കുകയല്ലാതെ. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഓർക്കുന്ന ജീവനോടെ പരിശുദ്ധ കുർബാന ജ്വലിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് പറയുക മാത്രമല്ല, 10,000 ഓരോ ദിവസവും അടയാളപ്പെടുത്തി കൊടുക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്റെ ജീവിതത്തിന് പരിഹാരമുണ്ട് മകനെ. ശ്രദ്ധിക്കട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ മാരകമായ ദോഷങ്ങള്, തീരാവ്യാധികള്, വ്യഥകള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. അതിനുള്ള പോംവഴികള് യേശുവിന്റെ നാമത്തില് അമ്മയുടെ മധ്യസ്ഥത്തില് തെളിഞ്ഞു വരട്ടെ. ശ്രദ്ധിക്കട്ടെ. മൗനമായി ഒരിക്കൽ കൂടി എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ ഇപ്പോൾ മൗനമായി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക.